പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. VPS ലേക്ക് ഷോർ പ്രസൻസ് എസ്കേൻ പോട്ടി തുടരുന്നു. താങ്കളുടെ മുഴുവൻ പേരെങ്ങനെയാ? അഡ്വക്കേറ്റ് TM റഷീദ്. റഷീദ്, ഇവിടെ വലിയ പ്രവർത്തനങ്ങളാണെന്ന് പറയുന്നത്. എന്തൊക്കെയാ താങ്കളുടെ ഓപ്പറേഷൻ? ഞങ്ങള് വയനാട്ടിലേക്കുള്ള റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ രാത്രിയാത്രാ നിരോധനത്തിനെതിരെയുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത വയനാടിന്റെ ഒരു അവകാശമാണല്ലോ, അത് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും അങ്ങനെയാണ് ട്രെയിൻ ഓടിക്കാൻ പറ്റുക. അത് മൈസൂരിൽ നിന്ന് നഞ്ചങ്കോട് വന്ന് നഞ്ചങ്കോടിൽ നിന്ന് നിലമ്പൂരിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതില് റെയിൽവേയുടെ ഒരു പ്രതികരണം എങ്ങനെയാ? ഈ റെയിൽപാത വയനാടിന് മാത്രമല്ല കേരളത്തിനാണ് ഏറ്റവും അത്യാവശ്യമുള്ള റെയിൽപാതയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ റെയിൽപാത അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോൾ ചില തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തടസ്സപ്പെട്ട് പോയതാണ്. അത് തടസ്സങ്ങൾ നീക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ അമ്മയും കുഞ്ഞും വന്നിട്ടുണ്ടല്ലോ, നമുക്ക് അവരെ ഒന്ന് ചോദിച്ചോളാം. എന്തൊക്കെയാ വിശേഷങ്ങളെ? എന്താ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ? ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. വീട് എവിടെ? ഇവിടെ അടുത്ത് തന്നെയാ. പേര് പറഞ്ഞില്ല. നിത്യ. രാകേഷ്. ഓക്കെ, രാകേഷ് അല്ലേ? ആണല്ലോ. രാകേഷ് ഒരു സംശയം. ഓക്കെ രാകേഷ്, ഓക്കെ, താങ്ക് യു മോളെ. അപ്പൊ നമുക്കിനി നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ സമയമായി. അപ്പോ ഒരിക്കൽ കൂടി സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിക്കും നമ്മുടെ TK രമേശിനും ഒരു അഭിനന്ദനം. അപ്പൊ പുള്ളിയെ വെറുതെ വിടാൻ പാടില്ല. TK രമേശ് ഇനി കീ കൊടുക്കാൻ നിൽക്കണം അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, വളരെ സന്തോഷം.